സന്തോഷമുള്ളവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒട്ടും സംകളയാതെ പ്രിയ ക്രിസ്ത്യൻ ദൈവത്തിൽ സംസാരിക്കും. നമുക്ക് പ്രാർത്ഥനയോട് സഹായിക്കണം. കൂടി വന്നിരിക്കുന്ന ഏവർക്കും നമ്മുടെ വീണ്ടും എന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. I praise and thank God for this opportunity because time is flying as it always does. I do not want to take too much time, I hope. But just to review, I'm always telling you guys that you always find a pattern when the Holy Spirit leads me to share. I always say what the message of the month is. So do me a favor, tell me what the message of the month is. This year, the Holy Spirit is telling us it's a year of perfecting holiness. And so this month, what has the Spirit told us? To perfect holiness, what must we do? പ്രിയമുള്ളവരെ, അവൻ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വചനവുമായി നിൽപ്പാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എപ്പോഴും ഞാൻ പ്രസംഗം തുടങ്ങുമ്പോൾ ഈ വർഷത്തെ ചിന്തയെക്കുറിച്ചും കഴിഞ്ഞ മാസങ്ങളിൽ ഈ മാസവും ദൈവം തന്ന ചിന്താവിഷയത്തെക്കുറിച്ചും ഓർപ്പിക്കുക പതിവുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്താണ് ഈ വർഷം നാം ചിന്തിക്കുന്നതെന്ന്, ഈ മാസത്തെ ചിന്തയിൽ നിന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇത് വിശുദ്ധിയെ തികയ്ക്കുന്ന ഒരു വർഷം എന്തിന്? കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എത്തണം. അതിനാണ് നാം ആരാധനയ്ക്ക് വരുന്നത്. അവൻ എങ്ങനെ വിശുദ്ധിയെ തികയ്ക്കണം? അവന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് വിശുദ്ധിയെ തികയ്ക്കണം. That answered it. I was supposed to be an open-ended question, but that answered it already. That's okay. Somebody take Hebrews chapter 10, verse 5 to 7. അവൻ അത് തുറന്നൊരു ചോദ്യമായിരുന്നു. ഡാഡി ആൻസർ പറഞ്ഞു. അവൻ മുമ്പോട്ട് പോകാം. ഹീബ്രു എബ്രായ ലേഖനം അവൻ സ്വന്തം ചെയ്യും 10-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആർക്കെങ്കിലും വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് ക്രിസ്തു പറയുന്നു. Jesus is the ultimate example for us because he showed us how to completely yield and do what God's will is. ഇന്ന് പകൽക്കാലം ദൈവ ഇഷ്ടത്തെ ചെയ്യാനായിട്ട് ഒരു മാതൃക നിങ്ങൾ നോക്കുന്നെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് മാതൃക എന്ന് പറയുന്നത് ഈശോനാഥനാണ്. ഈ ഭൂമിയിലേക്ക് താൻ വന്ന് പിതാവിന്റെ ഇഷ്ടം ചെയ്തിട്ട് തന്റെ അനുയായികൾ, തന്നെ അനുഗമിക്കുന്നവർ, തന്നിൽ വിശ്വസിക്കുന്നവർ അതുപോലെ ജീവിക്കണമെന്ന് ക്രിസ്തുനാഥൻ നമുക്ക് കാണിച്ചു തന്നു. The problem is our flesh finds plenty of ways to compromise holiness by doing what seems like is God's will, doing what it thinks is God's will, or sometimes doing what seems best to itself, the flesh, instead of doing exactly what God tells you to do. എന്നാൽ പാപത്തിന്റെ നിമിത്തം നമ്മൾ മനുഷ്യർക്ക് ഒരു കുഴപ്പമുണ്ട്. ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഇതാണ് ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമെങ്കിലും അത് നമുക്ക് നല്ലവണ്ണം അറിയാമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിനെ തിരിച്ചിട്ട് അതിനെ നമ്മുടെ രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് എനിക്ക് ചെയ്യുന്ന ഇങ്ങനെ ഇഷ്ടം, അങ്ങനെ ചെയ്യുന്ന ഇഷ്ടമല്ല, ദൈവം അങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ അതാ ഞാൻ ചെയ്യുന്നത്, പക്ഷെ ഇങ്ങനെ ഞാൻ ചെയ്യത്തുള്ളൂ, നമ്മുടെ രീതിയിൽ അതിനെ മാറ്റിയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കുറവ് പാപനിമിത്തം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. If Jesus is the ultimate example of doing God's will, there are plenty of examples in the Bible of even spiritual people people of God who struggle to do God's will. യേശുവാണ് ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ എങ്കിൽ ബൈബിൾ ഇഷ്ടംപോലെ ദൈവിക മനുഷ്യർ, ദൈവ പുരുഷന്മാർ, ദൈവഭക്തന്മാരല്ലാത്തവരൊക്കെയും ദൈവത്തിന് ഇഷ്ടം ചെയ്യാഞ്ഞതിന് ഒത്തിരി ഉദാഹരണം, ഇല്ലെങ്കിൽ അവരുടെ ഇഷ്ടം അനുസരിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തെ കോട്ടിമാറ്റാൻ ശ്രമിച്ചതിന്റെ ഒത്തിരി ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് കാണാൻ കഴിയും. When you hear my testimonies and my messages, you're already familiar with my all-star roster. I always talk about Martha, the older brother of the prodigal son. I talk about Elijah under the broom bush because I share like a connection with those people with different struggles in my spiritual life. But today, I'm going to add one more person to the roster, Jonah. ആമേൻ. ഒരു വേള നിങ്ങൾ പലവട്ടം ഞാൻ പ്രസംഗിച്ച് കേട്ട വചനങ്ങളിൽ നിന്ന് എന്റെ ആ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പിൽ ആ ഹാൾ ഓഫ് ഷെയിം ആണെങ്കിലും ഫെയിം ആണെങ്കിലും എനിക്ക് അറിയത്തില്ല, അവൻ സ്വന്തം ചെയ്യുന്നു. ആ ലിസ്റ്റിൽ ഞാൻ പലപ്പോഴും മാർത്തയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മുടിയപ്പുത്തിന്റെ ചേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഏലിയാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പറയാൻ കാരണം അവിടെ കുറവുണ്ടല്ലേ, എനിക്ക് എന്റെ ജീവിതത്തിന്റെ അനുഭവത്തില് അവരെ പോലെ തന്നെയാണ് ഞാനും എന്നുള്ളത് കൊണ്ട് എനിക്ക് അവർ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പലപ്പോഴും അവരെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ആ ഹാൾ ഓഫ് ഫെയിം ആണെങ്കിലും ഷെയിം ആണെങ്കിലും ആ ലിസ്റ്റിൽ ഒരാളെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞിട്ടും ആ പൂർണ്ണ ഇഷ്ടം ചെയ്യാൻ
ചെയ്യാൻ മനസ്സ് വെക്കാതെ തന്റെ ഐഡിയോളജിയില് തന്റേതായ രീതിയിൽ അതിനെ മാറ്റി കടന്നുപോയ ഒരു വ്യക്തിയെ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. I don't want to go through the exact summary of Jonah's story because we're so familiar. We've been hearing the story of Jonah in the belly of the whale since we were little. But I would like to hone in our attention on very specific things that the Holy Spirit has put in this scripture that is so relevant, as the Holy Spirit always does. He makes it so relevant to everything that we're talking about every single month. പ്രിയമുള്ളവരെ, ഒരു കാര്യം, യോനയുടെ കഥ ഇവിടെ ആരോടും പറഞ്ഞ് അറിയിക്കേണ്ട. കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കും മുതലേ, സൺഡേ സ്കൂൾ മുതലേ, അല്ലെ അപ്പച്ചനും അമ്മച്ചി, അല്ലെ നമ്മുടെ മമ്മിയും പപ്പായും നമുക്ക് യോനയെ കുറിച്ചുള്ള കഥ, ആ മത്സ്യത്തിന്റെ വയറ്റിൽ കഴിഞ്ഞ യോനയെ കുറിച്ചുള്ള കഥ പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് കേട്ടിട്ടുണ്ട്, നമുക്ക് കഥ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലവണ്ണം പരിചയമുള്ളതാ. എന്നാൽ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് ദൈവവചനത്തിൽ കൂടി യോനയെ കുറിച്ച് ഒന്ന് പരിചയപ്പെട്ട് അവൻ നടന്നുപോയ വഴികളിൽ കൂടി നമുക്കും ഒന്ന് നടന്ന് ദൈവ ഇഷ്ടം ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. So I humbly ask that you take the book of Jonah on hand. I'm not going to make you read anything, but just to follow along with the verses that I point out to. എന്നോട് കൂടെ നടക്കേണ്ടതിന് ദയവ് ചെയ്ത് ബൈബിള് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ യോനയുടെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ, നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാനൊന്നും പോകുന്നില്ല. എങ്കിലും ഞാൻ ചില വാക്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആ വാക്യം നോക്കിയിട്ട് അങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കാൻ ഒരു അവസരമുണ്ട്. അപ്പൊ നിന്നോടുകൂടെ നടക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. അതുകൊണ്ട് ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ബൈബിളിൽ യോനയുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്കൊന്ന് തിരിക്കാം. God says to Jonah, it says the word of the Lord came to Jonah and said to him to go and arise to Nineveh, the great city, to call out against it. But we know, as it says in the scripture, Jonah didn't want to go. And we know the reasons of why he didn't want to go. There was so much resentment that he had against these people of Nineveh, and he believed that these people were undeserving of even a warning of impending destruction. He thought these people were completely, they deserved everything that was coming their way. പ്രിയമുള്ളവരെ, നിങ്ങൾ ആ വചനം വായിക്കുമ്പോൾ 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അമിത്ഥായിയുടെ മകനായ യോനയ്ക്ക് ദൈവത്തിന്റെ ഒരു അറിയിപ്പ്, അരുളപ്പാട്, ദർശനമുണ്ടായി. അവൻ ആ വചനം പറഞ്ഞു. ആ ദൈവം തന്റെ വചനം അവനെ കേൾപ്പിച്ചു. അവൻ നീ ഇപ്പോൾ പുറപ്പെട്ട് മഹാനഗരമായ നിനവേയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക, അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, അങ്ങനെ യോനയ്ക്ക് വചനം കടന്നു വന്നു. എന്നാൽ യോനയുടെ ഉള്ളത്തില് അവിടെ പോകണമെന്നൊരു താല്പര്യമില്ല. അതിന് കാരണം ഒത്തിരി ഉണ്ട്. നിങ്ങള് ചരിത്രം പഠിച്ചു കഴിഞ്ഞാല് ഈ നിനവേ ഇസ്രായേലിനെ ഒത്തിരി പീഡിപ്പിച്ചു, ഒത്തിരി കഷ്ടപ്പെടുത്തി, ഒത്തിരി പേരെ കൊന്നു. ഒത്തിരി ദുഷ്ടത പ്രവർത്തിച്ച ഒരു നഗരമാണ് നിനവേ. ഇസ്രായേലിനെ ഒത്തിരി കൊടൂരമായി പീഡിപ്പിച്ച ഒരു നഗരമാണ് ഈ നിനവേ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ചരിത്രം നോക്കി അത് കാണാം. അതുകൊണ്ട് യോനയ്ക്ക് ഇത് കിട്ടിയപ്പോൾ യോന വിചാരിച്ചു അവർക്ക് മുന്നറിയിപ്പ് പോലും കിട്ടേണ്ട കാര്യമില്ല, അവർ തീർച്ചയായിട്ടും നശിക്കണം, അവർ തീർച്ചയായിട്ടും ദൈവന്യായവിധിക്ക് യോഗ്യരാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ അവർ പണിഷ്മെന്റ് അർഹരാണ്, അവർ ഈ തെറ്റ് ചെയ്താണെന്ന് പറയുന്ന പോലെ യോനയ്ക്ക് ഒട്ടുമേ താല്പര്യമുണ്ടായിരുന്നില്ല അവിടെ പോയി ദൈവത്തിന് വചനം. അവൻ താല്പര്യം ഈ വചനം പോലെ ഒരു കേട്ടത് മാനസാന്തരപ്പെടുക പോലും ചെയ്യരുത്. ദൈവന്യായവിധി വരണം എന്നൊരു ആഗ്രഹം. നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ദൈവത്തിന്റെ കൈ അവരുടെ മേൽ വരണം, ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ വരണം, അവരതിന് അർഹരാന്നൊക്കെ തോന്നല് നിങ്ങളുടെ ഉള്ളത്തിലുണ്ടായതോ? അങ്ങനെയെങ്കിൽ യോന അതുപോലെ ഒരു വ്യക്തിയായിരുന്നു. Our ideas of righteousness make our will not align with God's will. Jonah thought he was being so holy by thinking these things, even though they were directly against what God's will was. He felt justified. The problem with pursuing holiness, perfection and holiness without doing God's will is that that itself is what sin is. You're missing the point. ഓർക്കണം പ്രിയമുള്ളവരെ, യോന ഇത് ചിന്തിക്കുന്നതിൽ പുള്ളിയുടെ ചിന്തയില നീതിയുക്തമായ ചിന്തയാ. കാരണം ഇസ്രായേലിനെ ഒത്തിരി പേരെ കൊന്നതാണ് ഈ നിനവേക്കാര്, ഇസ്രായേലിനെ ഒത്തിരി പീഡിപ്പിച്ചതാണ് നിനവേക്കാര്. സ്വന്തം ചെയ്യും. നിങ്ങൾ നോക്കിയാല് അവരെ ഒത്തിരി കഠോരമായി ഇസ്രായേലിനെ കൈകാര്യം ചെയ്തവരാണ്. പല സമയങ്ങളിൽ പല ആക്രമണങ്ങൾ, പല അറ്റാക്കുകളില്. യോനയുടെ ചിന്ത, നമ്മളൊക്കെ ഇപ്പൊ ദൈവമക്കളെ പീഡിപ്പിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഇസ്രായേലിനെ പീഡിപ്പിച്ചവനാണോ, എന്നാൽ അവർക്ക് അതിന്റെ ശിക്ഷ വന്നേ പറ്റൂ എന്ന് ചിന്തിക്കുന്ന പോലെ യോനയുടെ ചിന്ത പലപ്പോഴും അവന്റെ ചിന്താഗതിക്കനുസരിച്ച് റൈച്ചസ് ആണ്, അത് നീതിയുക്തമാണ്, ദൈവമക്കൾക്ക് അനുകൂലമായ ഒരു ചിന്തയാണ് എന്ന് വെച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് അനുകൂലമല്ലെങ്കിൽ അവൻ വിഷയത ദൈവം ഇഷ്ടപ്പെടുന്നത് പോലെ നടക്കുന്നതാണ് ഹോളിനെസ്. ദൈവം പറയുന്നത് പോലെ ചെയ്യുന്നതാണ് ഹോളിനെസ്. എന്നാൽ യോനയുടെ ചിന്ത തെറ്റല്ല. അവൻ ചെയ്യുന്ന ചിന്തകള് അനീതിയല്ല,
അന്യായമാണെന്ന് പറഞ്ഞാലും ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർത്തോ, നിങ്ങളുടെ മനസ്സിൽ ന്യായമെന്ന് തോന്നുന്ന ഒരു കാര്യം അതിനുവേണ്ടിയാ ഞാൻ നിൽക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല കുഞ്ഞെ. ദൈവവചനത്തിന് വിരുദ്ധമാണ് നീ നിൽക്കുന്നതെങ്കിൽ, ദൈവം പറഞ്ഞ ഉപദേശത്തിന് വിരുദ്ധമാണ് നിൽക്കുന്നതെങ്കിൽ, ദൈവം പറഞ്ഞ കൽപ്പനയ്ക്ക് വചനത്തിന് വിരുദ്ധമാണ് നിൽക്കുന്നതെങ്കിൽ, നീ എത്ര റൈച്ചസ്നോട് നീ ലോകത്തിലെ ഫിലോസഫി എല്ലാം നീ പറയുന്ന അനുകൂലമായാലും ബൈബിൾ പറയുന്നു നീ ദൈവലക്ഷ്യത്തിന് പുറത്താ. ഹമാർഷ്യ അതിനെയാ പറയുന്നത്, യു മിസ് ദ പോയിന്റ്. നീ ലക്ഷ്യം തെറ്റി. നീ എത്ര ഹോളി ആണേലും, നീ എത്ര ഉറുമനെ പോലും നോവിക്കാത്തവനാണേലും, ദൈവത്തിന്റെ ഇഷ്ടത്തിനകത്ത് നടന്നില്ലെങ്കിൽ നീ പാപത്തിൽ ജീവിക്കുമെന്ന് പരിശുദ്ധാത്മ പറയുന്നു. നീ അശുദ്ധിയിൽ ജീവിക്കുമെന്ന് പരിശുദ്ധാത്മ പറയുന്നു. അവൻ ഇന്ന് പകൽക്കാലം ഇത് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. At verse 3, it says 2 times that Jonah fled from the presence of the Lord. He went away from the presence of the Lord. Both times in that single verse, it says, as he went to go flee to Tarshish, paid the fare, God was going towards Tarshish. He was going away from the presence of God. Why does that matter so much? Because he feels so justified. He thinks that he's coming from a holy perspective. But since he's not, why is he not able to do the will of God? Why is he not able to be convicted? Oh, I'm not doing the will of God. Because he's actively distancing himself away from God's presence. He's going actively, physically away from God's presence. Why does that matter so much? In February, we said to perfect holiness, you must be in the sanctuary of God to see the face of God. If you're running away from the presence of God, how will you see the face of God? In March, we said to perfect holiness, you must know, discern what God's will is. If you're actively running away in the opposite direction of where God is, how can you look into his face and understand what his will is? So by doing what Jonah did, fleeing from God's presence, it's once again propagating. It's becoming less and less likely for him to do the will of God. It's less likely for him to receive the grace to do what is a struggle for him. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നോട് കൂടെ ഒന്ന് നടക്കണമേ. നിങ്ങൾ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ 3-ാമത്തെ വാക്യത്തിൽ 2 വട്ടം പറഞ്ഞേക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകാൻ അവൻ കൊതിച്ചു. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രസൻസിൽ നിന്ന് അകന്നു പോകാൻ അവൻ കൊതിച്ചു. അവിടെ വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന്, യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് അവൻ പുറപ്പെട്ടു. യാഫോവിലേക്ക് ചെന്നു. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു, കൂലി കൊടുത്തു, പൈസ പോലും കൊടുത്താണ് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീശിലേക്ക് പൊയ്ക്കൊള്ളുവാൻ അതിൽ കയറി. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണം. ഭരവ സന്തരാധിക, ഇത് വചനം തീയായിട്ട് വരിക. കുഞ്ഞെ നീ ഏറ്റെടുത്താൽ നല്ലതാ. അവൻ നോക്കൂ, പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന എന്റെ ചിന്താഗതിയൊക്കെ പറയുക, കുഞ്ഞത് പറഞ്ഞില്ലെങ്കിലും അവൻ സ്വന്തം യോനയുടെ ഉള്ളിൽ ഒരു നിർണയം ഉണ്ടായി. അവന്റെ ചിന്ത നീതിയുക്തമാണ്, അത് ചിന്തിക്കുന്നത് തെറ്റല്ല. അവര് നിലവെക്കാർ ദുഷ്ടരായ ജനങ്ങളായിരുന്നു, ഇസ്രായേലിനെ പീഡിപ്പിച്ചവരായിരുന്നു, ഒത്തിരി ഉപദ്രവിച്ചവരായിരുന്നു. നീതിയാണ്. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിന്റെ ഇഷ്ടത്തിന് പുറത്ത് നിന്റെ എത്ര വലിയ നീതി വന്നാലും അത് പാപമായിട്ട് വരത്തില്ല. അതിനെ പറയുക ദൈവത്തിന്റെ പ്രസൻസ് വിട്ടുകൊടുക, ദൈവത്തിന്റെ പ്രസൻസ് വിട്ടുകൊടുക. ഇന്ന് പകൽക്കാലം ഓർത്തോ, ദൈവം നിന്നെ ഒരിടത്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ നിന്നെ ഒരു സഭയിലേക്ക് ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ഇല്ല നിന്നെ ഒരു ശുശ്രൂഷിക്കുമെങ്കിൽ, നീ അവിടെ വിട്ട് ഓടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, യു റണ്ണിങ് അവേ ഫ്രം ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവ സന്നിധി വിട്ട് നീ ഓടിപ്പോകുക. അവൻ ചിലപ്പോൾ നിന്റെ ചിന്താഗതിയിൽ നീ അത് പാപം ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷെ യു മിസ്സിംഗ് ദ പോയിന്റ്. ദൈവത്തിന്റെ ഇഷ്ടം വിട്ട് നീ പുറത്തു പോകുക. നീ എഴുന്നേറ്റ് നിന്ന് അവൻ ഇഫ് യു ഹാഡ് ടു ഡിക്ലെയർ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനം പറയേണ്ടവനാ നിന്നെ കണ്ടതാണെങ്കിൽ, അവൻ ദൈവത്തിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി നിന്നെ കണ്ടവനാണെങ്കിൽ, നീ അവിടെ കാണപ്പെടാതിരിക്കുമ്പോൾ യു ആർ റണ്ണിങ് അവേ ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവ സന്നിധി വിട്ടു പോ. കുഴപ്പമെന്താ? നമ്മൾ കേട്ടു, ഇഫ് യു വാണ്ട് ടു പെർഫെക്റ്റ് ഹോളിനെസ് യു ഹാവ് ടു സീ ഗോഡ്സ് ഫേസ്. നീ സന്നിധി വിട്ടു പോയ, if you're going away from the presence of God, how can you see God's face? അവൻ സ്വന്തം രണ്ടാമത് കേട്ടു, അവൻ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയണം. We have to discern. അവൻ ദൈവസന്നിധി വിട്ട് നീ ഓടിപ്പോകുന്നതും you cannot see his face, you cannot discern his perfect will. അപ്പോൾ നീ അകലുന്തോറും you are losing the connection with him, you are losing the touch with him, so you are going into more danger. കൂടുതൽ അപകടത്തിലേക്ക് പോകുക. നീ പല കാര്യങ്ങൾ നിന്റെ പ്രവൃത്തിയെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി കാണുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയോ, ഞാൻ നോക്ക്, ദൈവത്തിന്റെ വചനം വന്നിട്ട് അവന്റെ പൈസ കൊടുത്ത് ഇത് കൊടുക്കും, ചെലവോട്
എവിടുത്താ പോകുന്നത് നോക്കണം. പൈസ മുടക്കി ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് പുറത്തു പോവുക. ഇന്ന് പകൽക്കാലം ഒരു കാര്യം, നീ പലതും ചെയ്യുമ്പോൾ നിന്റെ സമ്പത്ത് കളഞ്ഞാ നീ പോകുന്ന ദൈവസന്നിധി അകന്ന് നോക്കൂ. ദൈവം ആഗ്രഹിക്കുന്നിടത്ത് കണ്ടില്ലെങ്കിൽ that is most dangerous. അത് that's a place you don't want to be. എത്ര വലിയ പ്രവാചകനാണേലും, നീ എത്ര വലിയ ഹോളി പേഴ്സൺ ആണേലും, നീ ദൈവത്തിന്റെ ഇഷ്ടം വിട്ട നടന്നകലുമ്പോൾ that is what sin is. വ്യഭിചാരമല്ല അവന്റെ ലിസ്റ്റിൽപ്പെട്ട പാവെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഗ്രീവിയസ് സിന്ന നീ ദൈവം ആഗ്രഹിക്കുന്നിടത്ത് കാണപ്പെടാതിരിക്കുകയും ദൈവം പറയുന്ന വചനം അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത്. സ്വന്തം യാഗത്തിലൊന്നും ദൈവം നോക്കുന്നില്ല, വർഷിപ്പും ദൈവം നോക്കുന്നില്ല, അവൻ ഒബീഡിയൻസ് ആണ് നോക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നിടത്ത് യു ഷാൽ ബി ഇൻ ഹിസ് പ്രസൻസ്. അവന്റെ സന്നിധി വിട്ട് ഓടിപ്പോകുമ്പോൾ യു മിസ്സിംഗ് ദ പോയിന്റ്, യു മിസ്സിംഗ് ദ ഓപ്പർച്യൂണിറ്റി ടു അണ്ടർസ്റ്റാൻഡ്. അവന്റെ ഇഷ്ടം അറിയാനുള്ള വഴി നീ കളയുക, നീ അകന്നു പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. Okay, there's no time. As we know, he's on the boat. There are mariners on the boat, and as they're traveling on the seas, God allows a tempest to come on the seas and cause big turmoil, and all the sailors are crying out to each one of their pagan gods. But Jonah during this time is in the inner part of the boat. It says he's fast asleep. It's not a cat nap. He's fast asleep, sleep as if though he were dead. But see the spiritual condition of someone who actively tries to flee God's presence and not do his will. He is spiritually numb, sleeping in the inner part. The rest of the people, they don't even know who the true God is, but they're crying out to some God, the one who knows the true and living God, the one who calls himself the prophet of the true and living God. He's asleep in the inner part of the boat, not aware of the chaos, the impending destruction that's going to happen. ഇന്ന് പകൽക്കാലം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. യഹോവയുടെ ഒരു പ്രവാചകനാ ഹുഡാര സത്തറ തികൾ കടന ഗസിയ. ആ കപ്പലിലേക്ക് അവൻ പോയി പൈസ കൊടുത്ത് ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോവുക. അവൻ സ്വപ്നം ചെയ്യുന്നു. ദൈവത്തിന് ഇഷ്ടം അറിഞ്ഞിട്ടും, ദൈവത്തിന് ഹിതം അറിഞ്ഞിട്ടും, ദൈവത്തിന് വചനം അറിഞ്ഞിട്ടും നിങ്ങൾ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. അങ്ങനെ ഓടിപ്പോകുന്നതിൽ പോക്കിൽ തന്നെ യോന ഒറ്റയടിയിൽ ഏറ്റവും സാധാരണ ആൾക്കാർക്ക് മണ്ടയ്ക്കുള്ള കപ്പലിന്റെ തട്ടിലാണ് അവൻ. നമ്മൾ ക്രൂസിനൊക്കെ പോകുമ്പോൾ മണ്ടയ്ക്ക്, കാരണം അവിടെ നിന്ന് നോക്കിയാൽ വെള്ളവും കണ്ടുകൊണ്ടിരുന്നതോ ഒരു പ്രയോജനമില്ല. പല മണ്ടയ്ക്കാകുമ്പോൾ കടല് കാണാനൊക്കെ ഏറ്റവും മണ്ടയ്ക്കത്തെ റൂമിനാ വില കൂടി. പുലി പറഞ്ഞു സാധനം എനിക്ക് താഴെ പോയി. ദൈവസന്നിധി വിട്ടു പോകുമ്പോൾ നിന്റെ എൻതൂസിയാസം പോകും. നിനക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നോ ദൈവത്തിന് വേണ്ടി പറയണമെന്നോ നീ നിന്റെ പ്രവൃത്തിയെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. നിന്റെ സാക്ഷ്യം പറയാനുള്ള സന്തോഷവും അവൻ കർത്താവിന് വേണ്ടി എരിവോട് you will lose everything. എന്നിട്ട് ഏറ്റവും അടിത്തട്ടി പോയത് ഒന്നാം തരം ഉറക്കുക. അപ്പോഴത്തേക്ക് ഇവിടെ ഇളകി മറിയുക, പ്രോബ്ലംസ് ഒന്ന് അടിക്കുക. ഇവനത് അറിയുന്നില്ല. പ്രവാചകനാ അത് അറിയേണ്ടത്. പ്രശ്നം വരുമ്പോൾ തിരിച്ചറിയേണ്ടത്, അപകടം വരുമ്പോൾ തിരിച്ചറിയേണ്ട പ്രവാചകനാ. He doesn't even know. അവനത് അടിക്കണം. എത്രയും കപ്പൽ കിടന്ന് അവനെ കണ്ട് ഉരുണ്ട് കാണും. അവൻ ചോദിച്ചു, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്രൂസ് ഷിപ്പ് ഒരു വലിയ കൊടുങ്കാറ്റിലകപ്പെട്ട വലിയ തിരമാല ഒന്ന് അടിച്ച ആൾക്കാർ അങ്ങോട്ട് വിട്ട് ഉരുളുന്നതും അവൻ അവിടെ എക്യുപ്മെന്റ്സ് വീഴുന്നതും കാണുന്നു. ഇതുപോലെ അടിക്കടന്ന് പുള്ളിക്കൾ അങ്ങോട്ട് എന്നിട്ട് കപ്പൽ ചുറങ്ങുക. The captain had to come to Jonah, wake him up and say, cry out to your God. He needs to remind Jonah, you have a God, cry out to him. And Jonah, I believe that Jonah must have realized because of the tempest that, oh, this is my fault, me running away from the presence of God and completely rejecting his will. But he waits until after the lots are drawn, and for the lots to say, hey, it's Jonah's problem, it's Jonah's fault. Jonah knew that it was his problem, but he still waited for the lots to fall on him. You are in constant denial of how you are against God's will when you start running away from his presence. ഇന്ന് പകൽക്കാലം കുഞ്ഞെ ദൈവത്തിലെ സഹോദര സഹോദരി ഓർക്കണം, നീ ഇന്റൻഷനലായിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് അകത്തേക്ക് പോകുമ്പോൾ ഒന്ന് നിന്റെ ഹൃദയം കഠിനപ്പെടുക. You are just hardening your heart because you are not even receiving the word of God. You are making yourself, protected against the word of God. വചനം ഒന്ന് തൊടാൻ അനുവദിക്കാൻ നീ എന്നെ കെട്ടിയടക്കി അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? കിടന്നുറക്കം. ചിലർ പറയും ദൈവം അവന് ഉറക്കം കൊടുക്കില്ല. ചിലപ്പോൾ നിന്റെ കഠിന ഹൃദയം നിന്നെ വല്ലാതെ ഉറക്കം. ദൈവത്തിന്റെ ടച്ചിന് നിന്നേക്ക് ഈൽഡ് ചെയ്യാതെ സ്വന്തം യഹോവ ഉറക്കം കൊടുക്കുന്നുണ്ട്. പക്ഷെ ചിലരുണ്ട് മനഃപൂർവ്വം ദൈവത്തിനെ ഇഗ്നോർ ചെയ്യുമ്പോൾ പിന്നെ നിന്നെ ദൈവം ഗാഢനിദ്രയിലേക്ക് ഇടും. കാരണം ദൈവം ചിലപ്പോൾ ഡിറ്റർമിൻ ചെയ്യും നിന്നെ നശിപ്പിക്കാൻ. ഒരിക്കലും അതിന് അവസരം കൊടുക്കരുത്. പിശാചും ആഗ്രഹിച്ചു കാണും. നോക്ക്, അന്നേരവും ദൈവത്തിന്റെ ഗ്രേസ് നോക്ക്. ഇവൻ കിടന്ന് താഴെ കിടന്ന് ഉറങ്ങുക, മുങ്ങി ചാകേണ്ടതാ. പക്ഷെ അന്നേരവും ആ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എല്ലാവരും പ്രാർത്ഥിക്കുക, പേഗൻസ് എല്ലാം പ്രാർത്ഥിക്കുക അവരുടെ ദൈവത്തോട്. ഈ ഒരു ഭക്തൻ മാത്രം, അതോ സാധാ ഭക്തനല്ല, ഒരു ബിലീവറൊന്നല്ല, ഇവര് പ്രവാചകനാ. who used to hear the voice of the Lord. അവൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടവനാ.
അവന് ഇത്ര പ്രശ്നം വന്നിട്ടും ഒരു കുലുക്കവും പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങുള്ള ചൊല്ലുപോലെ അവൻ അവിടെ കിടന്ന് ഉരുളുക പോർത്തോണം. എന്നിട്ട് ഇവൻ വന്ന് തട്ടി ഉണർത്തേണ്ടി വന്നു. എന്നിട്ടും അവൻ കുറവ് സമ്മതിക്കുന്നില്ല. അവസാനം ചീട്ട് വീഴേണ്ടി വന്നു. And when the lot fell on him, they're like, introduce yourself, you're a problem maker. And he's like, I'm a Hebrew. I fear the Lord, the God of heaven, who made the sea and the dry land. It says, the men were exceedingly afraid and said to him, what is this you have done? For the men knew that he was fleeing from the presence of the Lord because he had told them. Jonah is saying this as if it's an average day. The sailors are like, you serve the true and living God and you ran away from his will. What is this you have done? The man of God is numb to the sin that he's doing. ഇന്ന് പകൽക്കാലം നോക്കണേ, തട്ടി വിളിച്ചവനെ ഉണർത്തി അങ്ങോട്ട് കപ്പൽ നശിക്കാൻ പോകുന്നു. എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. അവൻ പോത്തുപോലെ ഉറക്കുക. എഴുന്നേൽപ്പിച്ചിട്ട് പോലും അവൻ പറയുന്നില്ല. അവൻ റിയലൈസ് ചെയ്യുന്നില്ല അവന്റെ തെറ്റാണ് ഈ കപ്പൽ കിടന്ന് കൊലങ്ങാൻ കാരണമെന്ന് അവൻ തിരിച്ചറിയുന്നില്ല. അവൻ പറയുന്നില്ല, ഏറ്റു പറയുന്നില്ല. അവസാനം അവർ പറഞ്ഞ ആട് നിമിത്തമാണ് നമുക്ക് അവൻ ചീട്ടിടാമെന്ന് പറഞ്ഞു. ചീട്ട് വീണപ്പോഴാ പറയുന്നേ, ആരാ നീ? നീ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എവിടെ നീ ഒളിച്ചോടാൻ നോക്കിയാലും എന്റെ ദൈവത്തിന് നിന്നെ പിക്ക് ചെയ്യാറില്ല. കാരണം നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നീ എത്ര അകന്നു പോയാലും he will bring you back into his perfect will. ചീട്ട് വീണപ്പോഴാണ് ചോദിക്കുന്നത്, who are you? നീ എന്താ ചെയ്തേ? വാട്ട് പറഞ്ഞ അവൻ പറയുന്നത്. ഇൻട്രൊഡക്ഷൻ നോക്കണേ. അവൻ എന്തൊരു മനോഹരമായ ഇൻട്രൊഡക്ഷനാ. അവൻ സ്വന്തം ചെയ്യുന്നു. അവർ ചോദിച്ചു അവനോട്, ആരുടെ നിമിത്തം അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം. നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേത്? നീ ഏത് ജാതിക്കാരൻ? ഈ ചോദ്യമെല്ലാം അവർ യോനോട് ചോദിക്കാൻ നേരം അതിനവൻ അവരോട്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭരിച്ചു വരുന്നു. ആ പുരുഷന്മാർ അത്യന്തം പേടിച്ചു, ഭയപ്പെട്ടവനോട്, നീ എന്തിന് വരുന്നു എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട്, നീ എന്തിന് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അവൻ അവരോട് അറിയിച്ചു തന്റെ തെറ്റപ്പം തെറ്ററിയാൻ വയ്യാഞ്ഞിട്ടല്ല. He was covering his sin and he was making the will of God according to his thought. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇതാകും ശരി. അതുകൊണ്ട് അങ്ങനെ ആ ശരി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ടാണ്, മനസ്സിനെ അങ്ങോട്ട്. അങ്ങനല്ല. നീ എത്ര കറക്റ്റ് ആക്കി നിന്റെ തെറ്റിനെ കറക്റ്റ് ആക്കാൻ നോക്കിയാലും കറക്റ്റ് ആകത്തില്ല. ദൈവവചനത്തിന് പുറത്താക്കുന്നെങ്കിൽ അവസാനം ചോദ്യം കഴിഞ്ഞപ്പോ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ പറയുക അവന്റെ തെറ്റ് അവരോട് പറഞ്ഞിരുന്നു. അവർ ചോദിക്കുക, നീ എന്തിനാ അത് ചെയ്തേ? ജാതി ചോദിക്കുക, നീ എന്തിനാ അത് ചെയ്ത്? Why did you do? ഇത്ര നേരത്തെ ദൈവത്തെ അറിയാമായിട്ട് നീ എന്തിനാ ചെയ്ത്? കടലും കരയുണ്ടാക്കിയ ദൈവത്തെ നീ അറിഞ്ഞിട്ട് നീ എന്തിനാ അങ്ങനെ ചെയ്ത്? ഇന്ന് പകൽക്കാലം വിശ്വാസിയെ നിന്നോട് എന്നോടും അവൻ സ്വന്തം ചെയ്യുന്നു. ഇതേ ചോദ്യം ലോകം ചോദിക്കുന്നത്. അവൻ നിന്റെ ദൈവത്തെ ഇത്ര അറിഞ്ഞിട്ട് നീ എന്താ ഇങ്ങനെ ആക്ട് ചെയ്തത്? നീ എന്താ സത്യത്തിന് വേണ്ടി നിൽക്കാനത്? നീ എന്തുകൊണ്ട് ദൈവം അനുസരിച്ച് നടക്കാൻ മുന്നോട്ട് നിന്നെ ഏൽപ്പിച്ചില്ല? അതുകൊണ്ടല്ലേ കൊടുങ്കാറ്റ് കടൽ നേരെ കപ്പൽ നേരെ ആഞ്ഞടിക്കുന്നത്? അതുകൊണ്ടല്ലേ നിന്റെ പടക് വല്ലാതെ അമ്മാനമാടുന്നത്? അതുകൊണ്ടല്ലേ ഈ അട്രോസിറ്റീസ് ഒക്കെ നിന്റെ മേൽ വരുന്നത്? നീ മാത്രമാണോ? ഞങ്ങളെല്ലാം കൂടല്ലേ വലയുന്നത്? ലോകം ആ ചോദ്യം ചോദിക്കുന്ന പകൽക്കാലം ഓർക്കണം ദൈവമക്കളെ, ചില യോനമാർ നിമിത്തം ചില കപ്പലുകൾ നഷ്ടങ്ങൾ ഉണ്ടാകും. ഇന്ന് പകൽ ഞാനും നിങ്ങളും ആ യോനയുടെ കൂട്ടത്തിലാകാതിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധി ഉപദേശിക്കുകയാണ്. God willing, I'm going to do the latter half of this message for next week, but I'm finishing up with the last thing I'm going to mention is how Jonah is thrown out of the boat. But the sailors, after learning that Jonah is the one who is guilty, they tried to not. They're like, what are we going to do? Jonah's like, you have to throw me overboard. That's the only way for this. I love how Jonah is being so dumb and cool about this. Yeah, we have to throw me overboard. And the sailors are like, let's try not to do that. So they try everything that they can. They're experienced sailors. They try to do everything that they can to not go to the last resort of throwing Jonah over the boat. They're good people, right? They're pagans, but they have good hearts. But it comes to the point where there's no other choice. But I want you to pay attention to verse 14. It says, therefore they called out to the Lord, O Lord, let us not perish for this man's life, and lay not on us any innocent blood, for you, O Lord, have done as it has pleased you. These sailors are aware of the aspect of God's will better than Jonah. They are so quickly adopting the fact that God, you're going
want to do what pleases you, and we need to yield to your will. While the man of God who calls himself holy, who believes he's walking in perfect holiness, has not come to the full understanding of that yielding and surrender. ഇന്ന് പകൽക്കാലം ഈ വചനം വരുമ്പോൾ നമ്മളെല്ലാം കീറും. ഹല്ലേലൂയ. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ കീറും. അത് ദൈവത്തിന്റെ അത്ഭുത വചനം തന്നെയാ. ഇന്ന് പകൽക്കാലം പറയട്ടെ പ്രിയമുള്ളവരെ, അവൻ സ്തോത്രം ചെയ്യുന്നു. അവൻ യോനയെ അവിടെ പിടിച്ചു. യോന പറഞ്ഞു, യോനയ്ക്കറിയാം. ഒക്കെ തെറ്ററിയാൻ വയ്യാഞ്ഞിട്ടല്ല. He knows that what he's doing is not right. He intentionally makes his heart to walk away from God. Intentional ആയിട്ട് നീ ഒരു കാര്യം ചെയ്യുമ്പോൾ എത്ര വനം വന്നാലും നീ yield ചെയ്യത്തില്ല. Because you will be carried away from that. അതാ ഡബിൾ അതിനെ ഹാർഡ് ആൻഡ് ഹാർട്ട് എന്ന് പറയും, കഠിന ഹൃദയം. അതുകൊണ്ട് ബൈബിൾ പറയും, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുന്നെങ്കിൽ അവൻ മരീബിലെ പോലെയും മരുഭൂമിയിലെ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയം ഹാർഡൻഡ് ആക്കല്ലേ. അങ്ങനെ ആക്കിയാൽ ദൈവം പ്രസാദിക്കത്തില്ല. ദാറ്റ് ഇസ് ഡേഞ്ചറസ് ഫോർ ദം. അവൻ നോക്കൂ, എന്നിട്ട് പറഞ്ഞു, അവൻ സ്വന്തം ചെയ്യുന്നു, ഇതാ ഞാനാ അവൻ ഇത് പരിഹാരം പറയണേ, എന്നെ എടുത്ത് കടലില് അവന് അതിൽ ഉത്തരവില്ലേ ഉള്ളൂ, ശിക്ഷ, വേറെ വഴിയില്ല. അവന് ഉത്തരം അറിയാം. നിൽക്കാൻ എന്തുകൊണ്ട് വഴി എന്നെ അറിയണം. പക്ഷെ നല്ല മനുഷ്യരവര് മാക്സിമം അവർ ശ്രമിച്ചു. അവരുടെ ചരക്കെല്ലാം വലിച്ചെറിഞ്ഞു. ഇവനെ സ്പെയർ ചെയ്യാൻ ഈ ഒരു മനുഷ്യനെ സ്പെയർ ചെയ്യാൻ പേഗൻസ് ആയിട്ടുള്ള മനുഷ്യർ അവരുടെ Jonah was stumbling over the evil of the pagans of Nineveh, but these pagans were not stumbling over the evil to get themselves right with God. എന്ന് ശ്രദ്ധിച്ചേ, ദൈവമക്കളും ലോകമനുഷ്യന്റെ ഡിഫറൻസ് കാണാം. ദൈവമക്കള് പേഗൻസിന്റെ സിന്നില് സ്റ്റംബിൾ ചെയ്യുക. ഇവിടെ നോക്ക്, ഈ പേഗൻസ് ആയിട്ടുള്ള ആൾക്കാര് ഇവന്റെ സിന്നിൽ സ്റ്റംബിൾ ചെയ്യാതെ അവനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുക. ഇതാ ദൈവമക്കളും ലോകമനുഷ്യൻ നമ്മളെ വ്യത്യാസം. വി ആർ സോ ജഡ്ജ്മെന്റൽ. നമ്മൾ ചാടി വീണാം വിധിക്കാൻ. ന്യായവിധി അടി, വി ആർ സോ ജഡ്ജ്മെന്റൽ. അങ്ങനെ ആകല്ലേ. ഇവിടെ നോക്ക്, ഒരു ദൈവ മകൻ ദൈവ ശബ്ദം നീ പോയി പറഞ്ഞാൽ മതി. ദൈവമാണ് നീതി ന്യായം നടത്തുന്നത്. ഒബീഡിയൻസ് പോലെ അവനങ്ങ് ഗ്രഡ്ജിൽ നിന്ന് ആ പ്രയാസം ഇല്ല, അവർക്ക് ശിക്ഷ വരണമെന്നൊരു ചിന്താഗതിയില് when he is going away. എന്നാൽ ഇവിടെ നോക്ക്, അവൻ ചെയ്ത തെറ്റാന്ന് അവൻ തന്നെ പറഞ്ഞു, സംഭവങ്ങളും തെളിയിക്കുക. പക്ഷെ ഈ പേരൻസ് അവന്റെ സ്റ്റംബിൾ സാരമില്ല, അവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാമെന്ന് ഈ ലോകമനുഷ്യൻ പേഗൻ ചിന്തിക്കുക. ഇന്ന് പകല് ദൈവ ക്രിസ്ത്യണ്ടത്തിൽ നടക്കുന്ന വലിയൊരു സത്യമായത്. അവൻ സ്വന്തം നമ്മുടെ 500 അവൻ സിൽവർ കോയിൻസ് വി വർ ഫോർഗിവൻ. 20 സിൽവർ കോയിൻസ് അവൻ കടമുള്ളവനെ കാണുമ്പോൾ വി ആർ ട്രൈയിങ് ടു ജസ്റ്റ് ക്യാച്ച് ഹിസ് ത്രോട്ട്. കൊങ്ങയ്ക്ക് ഞെക്കാൻ വേണ്ടി നോക്കുന്നവരാ നമ്മള്. ഇവിടെ നോക്ക്, പേഗൻസ് അവനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുക. ഹല്ലേലൂയ. എന്നിട്ട് അവർ മാക്സിമം ശ്രമിച്ചു. അവരുടെ ചരക്കെല്ലാം വലിച്ചു കളഞ്ഞുകൊണ്ട് ഒരു ദൈവ ഇഷ്ടം ചെയ്യാത്ത യോനയുടെ നഷ്ടം എത്ര പേർക്കാ. ഇന്ന് പകൽക്കാലം നീയും ഞാനും നിങ്ങളും ദൈവത്തിൽ എത്ര പേർക്ക് അത് ദോഷമായി ഭവിക്കുമെന്ന് അറിയാമോ? സോ ഇന്ന് പകൽക്കാലം ഞാൻ പോകുന്ന കൂട്ടായ്മയിൽ നിന്റെ ഇഷ്ടത്തിൽ ഞാൻ നടക്കാത്ത ആർക്കും നഷ്ടമായി ഭവിപ്പാൻ ഇടയാകല്ലേ. എന്നിട്ട് നോക്കിയേ, ഈ ജനം പറയുന്ന വാക്ക് എത്രാമത്തെ വാക്യമാണ് വായിച്ചത്? അവിടെ 14-ാമത്തെ വാക്യം. അവർ യഹോവയുടെ നിലവിളിച്ചു, അയ്യോ യഹോവേ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ. യഹോവേ, നിനക്കിഷ്ടമായത് പോലെ നീ ചെയ്തിരിക്കുന്നു. അപ്പൊ നോക്കണം, അവര് പറയുക നിനക്കിഷ്ടമായത്. അവർ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമായത് കൊണ്ടല്ല, ദൈവത്തിന് ഇഷ്ടമായത്. അവർക്ക് ഇഷ്ടമല്ലേ പോലും ദൈവത്തിന് ഇഷ്ടമായത് അവർ ചെയ്യാൻ തയ്യാറാവുക. പക്ഷെ അവർക്ക് അന്നേരവും ഉള്ളിൽ വേദനയാണ്. താവയ രക്തം ഞങ്ങളുടെ മേൽ വരില്ലേ. ഇന്ന് പകൽക്കാലം പേഗൻ സമയം പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവമക്കളെ നമ്മൾ ക്ലെയിം ചെയ്തിട്ടും ദൈവത്തിന് ഇഷ്ടത്തിൽ നടക്കാതെ, ദൈവത്തിന്റെ ഇഷ്ടത്തെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ട്രാൻസ്ഫോം ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിൽ ഓടാൻ നോക്കുമ്പോൾ ഒരു പേഗൻ പറയുക, താവേ അവൻ നിന്റെ ഇഷ്ടം ഞങ്ങൾ ചെയ്യാം, എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ വി വുഡ് ഡു ഇറ്റ് നോ മാറ്റർ വാട്ട് ഇറ്റ് ഈസ്. കാരണം അതല്ലാതെ വേറെ വഴിയില്ല. ഞങ്ങൾക്കറിയാം നിന്റെ ഇഷ്ടം ചെയ്യാൻ പേഗൻ ഏൽപ്പിക്കുമ്പോൾ ദൈവമക്കളെ ഞാനും നിങ്ങളും ദൈവത്തിന് ഇഷ്ടം ചെയ്യാതെ പോകുന്ന എത്ര ലജ്ജാവഹമാണ്. So Jonah is thrown overboard. God doesn't give up on him though, because a giant fish is commanded to swallow him up. The last verse I'm reading is 16. Then the men feared the Lord exceedingly, and they offered a sacrifice to the Lord and made vows. Before this trip, they had no idea of who God was, and
They were not led to holiness because of Jonah. Jonah did not do anything. He told the God that he served, but he didn't exemplify or reflect the will of the God that he served. But these people witnessed the hand of God despite Jonah's weaknesses, and they very quickly accepted what God's will is and separated themselves to do what his will is. ഇന്ന് പകൽക്കാലയുടെ വാക്കുകൾ ചുരുക്കാൻ ആഗ്രഹിക്കുക. അടുത്ത ആഴ്ച ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് തുടരാം. നോക്കൂ, അവിടെ നാം കാണുമ്പോൾ പെട്ടെന്ന് ജനം അമൽസ്തോത്രം ചെയ്യുന്ന യോനയെ കൈകാലം പിടിച്ച് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇൻസ്റ്റന്റ് അവൻ സമുദ്രത്തിൽ വീണതും കാറ്റടങ്ങി, കോളടങ്ങി. അതുവരെ ജീവനുള്ള ഒരു ദൈവത്തെ അവർ കണ്ടിരുന്നില്ല. യോനയുടെ വിശുദ്ധി കൊണ്ടല്ല അവർ ദൈവത്തിലേക്ക് വന്നത്. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് അവർ ദൈവത്തിലേക്ക് വന്നു. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. അവർ പറയുന്നു 16-ാമത്തെ വാക്യം, അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ടു. അവർ യഹോവയ്ക്ക് യാഗങ്ങൾ കഴിച്ചു, നേർച്ചകൾ നേർന്നു. ഇന്ന് പകൽക്കാലം ഓർത്തു, തന്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഒരു യോന എന്ന പ്രവാചകൻ ദൈവഭക്തരാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിന് മാറ്റമൊന്നും വരുത്തത്തില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്നെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നു എന്നുള്ള സത്യമാണ്. കൃപകൾ നിനക്ക് ഒത്തിരി തന്നു എന്നുള്ള സത്യമാണ്. എന്ന് വെച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടത്തിൽ നടക്കാത്തതിനെ ദൈവം പ്രോത്സാഹിപ്പിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് പകൽ വചനം കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തെ സമർപ്പിക്കുമോ, കരയുമോ, കർത്താവേ നിന്റെ ഇഷ്ടം എന്നെ കാണിക്കണേ. ആ ഇഷ്ടം കാണിക്കുമ്പോൾ വീണ്ടും അവൻ ഇന്റൻഷനലി ആയിട്ട് എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ നിന്റെ വഴി വിട്ട് ഓടാൻ എനിക്കിടയാക്കലേ എന്ന് കരയിലൊന്ന് പ്രാർത്ഥിക്കുമോ. കർത്താവെ, എന്റെ ഹൃദയം എന്റെ ഇഷ്ടത്തിലേക്ക് ചായുന്നെങ്കിൽ കർത്താവെ എന്നെ മടക്കി വരുത്തുന്ന എത്ര പേര് പറയും, കരയും, പ്രാർത്ഥിക്കും. കർത്താവെ, ആ ജെന്റൈൽസ് ആയിട്ടുള്ള ആൾക്കാർ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സോടാണേലും ചെയ്തതുപോലെ അതവർക്ക് ഇമ്പോസിബിൾ ആയിരുന്നു ചെയ്യാൻ. പക്ഷെ അവർ ലീഡ് ചെയ്തു. ദൈവത്തിന് ഇഷ്ടം വരുമ്പോൾ എത്ര നിന്റെ പ്രവൃത്തി റൈറ്റ്. കാരണം ഒരു നിർദോഷനായിട്ട് ഒരാളെ കടലുകൾ ഇമ്പോസിബിളോ, പക്ഷെ അതെത്ര നിർദോഷമാണെങ്കിലും എത്ര ഹീനസ് ആണെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടത്തിന് അവർ പ്രയോറിറ്റി കൊടുത്തു. ഇന്ന് പകൽക്കാലം നിന്റെ ജഡ്ജ്മെന്റിൽ നീ ചെയ്യുന്നത് ദൈവം പറയുന്നത് തെറ്റായിട്ട് നിനക്ക് തോന്നാം, പക്ഷെ ദൈവത്തിന് മുമ്പാകെ അവന്റെ വഴികളെല്ലാം നീതിയുക്തമാണ്. നമ്മുടെ ചിന്തയിൽ അത് ശരിയില്ലെന്ന് തോന്നാം, പക്ഷെ അവന്റെ വഴികളെല്ലാം പെർഫെക്റ്റാണ്. ഇന്ന് പകൽക്കാലം എത്ര പേര് ചെയ്യും. അവൻ ഈ വചനങ്ങൾ ആദ്യമായി കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ.